ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ കടായി ഉണ്ടാക്കാൻ പോകണേ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ കടായി ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയ്ക്ക് സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിച്ചപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, പിന്നെ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ മെയിനായിട്ട് വേണ്ടത് വെച്ചാൽ നമുക്ക് വലിയ ഉള്ളി ആട്ടോ. അത് കൂടുതലെടുത്താലും കുഴപ്പമില്ല. ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഈ ചിക്കനെ നന്നായിട്ട് മസാല പിടിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിക്കേണ്ടത് ചെയ്തത്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഓരോന്നിങ്ങനെ ഇട്ട് കൊടുത്തു. സത്യം പറഞ്ഞാൽ നന്നായിട്ട് പേടിച്ചിട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ഒരു കയ്യിൽ ഫോണായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതാ ഒരു ഭാഗം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനി ഭയങ്കരക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ അത് മറിച്ചിടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ ഈ ഒരു കളറായതിന് ശേഷം ഞാനത് മാറ്റി വെക്കുക കേട്ടോ ചെയ്തേ. എന്നിട്ട് ബാക്കി വരുന്ന ചിക്കനും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തു കൊടുത്തു. ഇനി ബാക്കി വരുന്ന ഈ വെളിച്ചെണ്ണയിൽ ഞാൻ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇതുപോലെ ആയതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വാട്ടി കൊടുക്കണേ. ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ വാട്ടി കൊടുക്കണം. എന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടോ. അവസാനമായിട്ട് ഞാൻ ടൊമാറ്റോ സോസ് ആട്ടോ ഒഴിച്ച് കൊടുത്തത്. ഇനി ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ തക്കാളി ജ്യൂസാക്കിയിട്ട് അത് ഒഴിച്ചാലും മതി. എന്നിട്ട് ഞാൻ പച്ചമുളക് അതിലിട്ട് കൊടുത്തു. എന്നിട്ട് മല്ലിച്ചപ്പ് അതിന് മുകളിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ കടായി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.